നാരായണൻ നമ്പൂതിരി, നിങ്ങൾ എന്തൊക്കെ പരിഹാസമായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ. വയനാട് MP എന്ന് ആക്ഷേപത്തോടുകൂടി വിളിച്ചു. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ അല്ലാതെ ഉത്തരേന്ത്യയിൽ ഒരിടത്ത് നിന്നാലും രാഹുൽ ഗാന്ധി ജയിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ നരേന്ദ്രമോദിയേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിന്, വമ്പിച്ച ഭൂരിപക്ഷത്തിന് റായ്ബറേലി ജയിക്കുമ്പോൾ റായ്ബറേലി നിലനിർത്തുക, കൂടുതൽ മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഒരുക്കുക എന്നുള്ളതല്ലേ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധി എവിടെ നിൽക്കണം, എവിടെ ഒഴിവാക്കണം എന്നൊക്കെ അത് അവരുടെ തീരുമാനമാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിലെ ഒരു ആപത്ത് കാലത്ത്, കോൺഗ്രസിൻ്റെ ആപൽഘട്ടത്തിൽ ആപത്ത് കാലത്ത് അന്നം നൽകുകയും അഭയം നൽകുകയും ചെയ്ത മണ്ഡലമാണ് വയനാട്. അമേത്തിയിൽ തോക്കുമെന്നുറപ്പായപ്പോൾ രക്ഷ നേടാൻ വേണ്ടി വന്ന ഒരു മണ്ഡലം വയനാടിൻ്റെ കുടുംബമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് കുടുംബം ഉപേക്ഷിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ നൈതികതയുടെ ഒരു പ്രശ്നമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കും, വയനാടിനെ വഞ്ചിക്കും. CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സഖാക്കന്മാർ പറഞ്ഞത് വയനാട്ടിൽ മത്സരിക്കരുത്, നിങ്ങൾ UP യിൽ മത്സരിക്കൂ. വയനാട്ടിൽ എന്തിനാണ് മത്സരിക്കുന്നത്? അതാണല്ലോ അന്ന് ആനിരാജ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ പന്ന്യൻ രവീന്ദ്രന് വേണ്ടി പ്രചരണത്തിന് വന്ന D. രാജ വയനാട്ടിൽ പോയില്ല. അതേ ആനിരാജ വയനാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫസൽ ഗഫൂർ പഴയ കുറേ നേതാക്കന്മാരുടെ പറഞ്ഞു, അടൽജിയുടെയും മറ്റ് മുലായം സിംഗിൻ്റെയൊക്കെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചവർ. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ 2 മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. മോഡി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 2 മണ്ഡലത്തിൽ മത്സരിച്ചു. വാരണാസിയിലും ഗുജറാത്തിലും ഗാന്ധിനഗറിലും. ഈ 2 മണ്ഡലത്തിലും മത്സരിക്കുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു 2 മണ്ഡലത്തിലും മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാ. റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ റായ്ബറേലി പ്രഖ്യാപിച്ചില്ല? അവിടാണ് ഒരു രാഷ്ട്രീയ നൈതികതയുടെ പ്രശ്നം, ഒരു രാഷ്ട്രീയ സത്യസന്ധതയുടെ പ്രശ്നം. റായ്ബറേലി ജയിച്ചു കഴിഞ്ഞപ്പോൾ ശരി, റായ്ബറേലി സ്വന്തമാക്കാം, അദ്ദേഹത്തിന് എവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നൊക്കെ ആലോചിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ വയനാട്ടിൽ മത്സരിച്ച് റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പോരെ? എന്തിനാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ്? മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നത് ആദ്യം ഞാൻ വയനാട് എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞ് വന്ന് മത്സരിക്കാൻ വരികയും വയനാട് മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു മണ്ഡലത്തിൽ സ്വന്തം മണ്ഡലത്തിൽ ജയിച്ചപ്പോൾ വയനാട് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ അഭയം നൽകിയ ആളുകളെ തള്ളിപ്പറയുക എന്നുള്ളതല്ലേ? തനിക്ക് വീടില്ലാതായപ്പോൾ കയറി കിടക്കാൻ വീട് കൊടുത്തവരെ പുച്ഛിക്കുകയല്ലേ? അതല്ലേ നടക്കുന്നത്. അതിപ്പോ രാഹുൽ ഗാന്ധി എവിടെ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്, നമുക്ക് അഭിപ്രായം പറയാനൊക്കെ അല്ലേ. പക്ഷേ ഈ രാഷ്ട്രീയ നൈതികത ഇല്ലായ്മയാണ് പലപ്പോഴും കോൺഗ്രസിന് പറ്റുന്ന അപജയത്തിന്റെ കാരണം. ശരി, അതാണ് BJP-യുടെ ചാർജ്. ശ്രീ ഗഗാർ